അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് വേറൊരു അടിപൊളി വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് എന്നാണ് കേട്ടത്. അപ്പം മാക്സിമം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വ്യൂസൊക്കെ എൻജോയ് ചെയ്യാം. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബന്ദർ ഖൈറാൻ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ബന്ദർ ഖൈറാൻ വ്യൂ പോയിന്റ്. നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ബന്ദർ ഖൈറാൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ചുറ്റുള്ള വ്യൂ കാണാം. ഇത് നമ്മളൊരു മലയുടെ മേലെയായിട്ടാണ് പിരിക്കുന്നത്. ഓ മൈ ഗോഡ്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂ. ബന്ദർ ഖൈറാൻ വ്യൂ പോയിന്റിലെ വ്യൂ ആണിത്. ഒരുപാട് മേലെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് കാറുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, കാരണം ഉച്ച സമയമാണ്. നല്ല വെയിലാണ്, അങ്ങനെ ചൂടില്ല, നല്ല വെയിലാണ്. You can see the view. നമ്മളിപ്പോൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന വ്യൂ. നമ്മളിപ്പോൾ വ്യൂ പോയിന്റിന്റെ ഏറ്റവും എഡ്ജിലാണ് നിൽക്കുന്നത്. ഇതാണ് വ്യൂ പോയിന്റിന്റെ എഡ്ജ്. ഇവിടുന്ന് താഴേക്ക് പോയാൽ മേലേക്കായിരിക്കും പോവുക. എന്താ ഈ റോഡ് ആണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇങ്ങനെ കുത്തനുള്ളൊരു കയറ്റം. അവിടെ വെച്ച് റോഡ് അവസാനിക്കുകയാണ്. പിന്നെ ആണ് നമ്മൾ അവിടെ വന്ന് പാർക്ക് ചെയ്യുന്നത്. താഴെ ബോട്ടിംഗ് ഉണ്ട് എന്നാണ് ഇൻഫർമേഷൻ. അപ്പം അതെവിടെ ഒന്ന് പോയി കണ്ടുപിടിക്കട്ടെ. ഹോപ്പ്ഫുള്ളി ബോട്ടിങ്ങും ചെയ്യാനുള്ളത്. ഒപ്പി ബോട്ടിങ്ങിന് പോവാ. ഓക്കെ, അപ്പം താഴെ വെച്ച് കാണാം. കറക്റ്റ്, ബോട്ടിന്റെ കളർ അല്ലേ? ഓക്കെ, നമ്മളിപ്പോ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുത്തനുള്ളൊരു ഇറക്കാണിതിപ്പോ. ബെൽറ്റ് ഇട്ടിട്ടില്ല, പണി പാളി. നല്ലൊരു ഷാർപ്പ് ടേൺ ആണ്. ഓ, ഇതാണ് ബോട്ടിങ്ങിന്റെ സ്ഥലം. as you can see. അങ്ങനെ ഇത് വളരെ ഉള്ളോട്ടേക്കാണ്. പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല. as you can see, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മളങ്ങനെ നമ്മളെ ബോട്ടിങ്ങിൻ്റെ പടച്ചണർ ചെയ്തപ്പോൾ നമ്മളെ ബോട്ട് ഏതെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോവാണ് ബോട്ടിൻ്റെ അങ്ങോട്ടേക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ സീനറി. അതാന്ന് തോന്നുന്നു നമ്മളെ ബോട്ട്. കന്നാസും കടലാസും കൂടെ ബോട്ട് കരക്കടിപ്പിക്കുന്നുണ്ട്. ആ, ഗഫൂർക്കൻ്റെ കപ്പലാന്ന് തോന്നുന്നുണ്ട്. അതിൽ സാധനം അവർ കരക്കടുപ്പിക്കട്ടെ.
എന്നിട്ട് നമുക്ക് അതിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ അതിസാഹസികമായി കയറി, വെള്ളത്തിലൊക്കെ കയറിയിട്ടാണ് കയറിയ. This is the fish. Where this fish? യെസ്. His name Bokum. വാട്ട് ഇസ് ഇറ്റ്? Bokum, Bokum. ബൊക്കും. അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഫൈസൽ വിത്ത് us. Hello. Hi, Captain. How are you? So let's go. വ്യൂസ് എൻജോയ് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൾ അറൗണ്ട് us. കാണാം. ബേബി റെഡി? നമ്മൾ കുറേ നാളായി നമ്മളന്ന് കൊച്ചിന്ന് നീ പോയി. കുറെ നാളായില്ല ഉബി ബോട്ടിൽ വെച്ച്. അന്ന് ലാസ്റ്റ് ഇപ്പോഴാണ് കൊച്ചിയിലായിരുന്നപ്പോഴാണ് പോയതല്ലോ. പക്ഷെ അത് നൈറ്റ് അല്ലേ? ഇത് നല്ല അടിപൊളി view. You can see dolphins from here. Morning you can see. Where is it? നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. നമ്മളെ ചുറ്റിനും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഇതാണിപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ. നമ്മൾ വന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ടൈമാണ്. നല്ല സമയമാണ് ഇപ്പോൾ. ഈ ടൈം തന്നെയാണ്. ചൂടൊന്നുമില്ല. ഇതാണിപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ. ആ രണ്ട് മലയുടെ ഇടയിൽ കൂടെ നമ്മൾ കടലിലേക്ക് എത്തിച്ചേരും. വെള്ളം നിങ്ങൾക്ക് കാണാം, ഭയങ്കര ക്ലിയർ ആണ്. അടിയിൽ കാണാൻ പറ്റുന്നത് താഴേക്ക് വരെ താഴെയുള്ള ആ റീഫൊക്കെ നമുക്ക് കാണാം ക്ലിയർ ആയിട്ട്. ഇപ്പം നമ്മളൊരു പ്ലേസിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മളെ ക്യാപ്റ്റൻ പറയുന്നത് ഇവിടെ നല്ല ഫിഷ് ഉണ്ടെന്നാണ്. നോക്കട്ടെ. യെസ് ബേബി കം ഹിയർ. ഒരുപാട് മീനുണ്ട് കാണാൻ അല്ലേ? സ്മോൾ ഫിഷ്, മത്സ്യം അല്ലേ? സൺസെറ്റ് ആവാറായിട്ടുണ്ട്. സൂര്യൻ ആ മലയുടെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. So Captain Faisal, we have snorkeling facilities over here in this area? Yeah. Okay, and it is open every day or what is it like? Every day. Every day it is open? Yeah. Okay. And you're bringing your boat is available for that? Yeah. Okay. So the people have to bring their own things or you're providing the Yeah. gear also? You're providing the gear. Okay, excellent. So guys, നമ്മൾ ഇവിടെ ഈ ഏരിയയിൽ സ്നോക്ലിംഗ് അവൈലബിൾ ആണ്. സ്നോക്ലിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഇങ്ങോട്ട് വരാം. വീക്ക് ഡേയ്സിൽ വന്നാൽ മതി, വീക്കെൻഡ്സിൽ വരാൻ പാടില്ല. ഫൈസൽ പറയുന്നത് വീക്കെൻഡ്സിൽ നല്ല തിരക്കായിരിക്കും എന്നാണ്. അപ്പോൾ വീക്കെൻഡ്സിൽ വരണ്ട, വീക്ക് ഡേയ്സ് ആയിരിക്കും പ്രിഫേർഡ് ഓപ്ഷൻ ഫോർ സ്നോക്ലിംഗ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്നോക്ലിംഗ്. കാരണം വാട്ടേഴ്സ് അത്യാവശ്യം ഫ്രീ ആയിരിക്കും. മറ്റേ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടാവുമെന്നാണ് അങ്ങേര് പറയുന്നത്. സ്നോക്ലിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഇവിടെ വരാം. Captain Faisal, can I share your number for people who are interested in contacting you? Yeah, so I'll be sharing Captain Faisal's number in the description and it will be available here also. So you can contact him. Very nice person, very cheerful person and very friendly. And he's very flexible. So you can contact Mr. Faisal on this number here. And you can come here for snorkeling and enjoy the ride also. It is a beautiful place. So enjoy the view, guys. നല്ല place അല്ലേ? നോക്ക് നമ്മള്
നമ്മൾ ലൈഫ് ഓഫ് പൈ ആയി, നമ്മൾ കടലിന്റെ അടുക്കെത്തി. ഓ, നല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫീലിംഗ് ആട്ടോ. നമ്മളിപ്പോൾ കടലിൽ ശരിക്കും പറഞ്ഞാൽ നടുക്കടലിലെത്തി. നമ്മൾ വ്യൂസ് എന്തായാലും നിങ്ങൾക്ക് കാണാം. നടുക്കടലിലുള്ളത് വെരി പ്ലസൻറ്റ് ക്ലൈമറ്റ്, വെരി പ്ലസൻറ്റ്, വെരി എൻജോയബിൾ ആൻഡ് നല്ല ഇടയ്ക്ക് ഡോൾഫിൻ സൈറ്റിങ്സ് ഉണ്ടാവും എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഡോൾഫിൻ പക്ഷേ യൂഷ്വലി മോർണിംഗിൽ വരണം എന്നാണ് മൂപ്പര് പറയുന്നത്. ക്യാപ്റ്റൻ പറയുന്നത് മോർണിംഗിൽ വന്നാലും ഡോൾഫിനെ കാണാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും ഡോൾഫിൻ ഇല്ല. സോ ഐ എം ഷുവർ യു ഗൈസ് ക്യാൻ സീ ദ വ്യൂ. നമ്മളിപ്പോൾ കാണുന്നത് നമ്മളെ ക്യാപ്റ്റൻ ഫൈസലിൻ്റെ പ്രൈവറ്റ് ഏരിയ ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആളുടെ. അവിടെ ക്യാമ്പിംഗ് ഉണ്ട്, ഫുഡിനുള്ള സൗകര്യങ്ങളുണ്ട്. സോ പീപ്പിൾ ഹു ആർ സ്റ്റേയിങ് ഓവർ നൈറ്റ് അവിടെ ക്യാമ്പ് ചെയ്യാം. നമ്മളിപ്പോൾ എന്തായാലും അതിന് തയ്യാറെടുത്തിട്ട് വന്നതല്ല, ബട്ട് ഇൻഷാല്ലാ നമ്മൾ അടുത്ത പ്രാവശ്യം അതിനായിട്ട് വരും. അവിടെ എന്തൊക്കെയോ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മളെ ക്യാപ്റ്റൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണത് മൂപ്പര്. ആൻഡ് ഇറ്റ്സ് എ ക്യാമ്പിംഗ് ഏരിയ ദെയർ. ക്യാൻ ബി ഗോ ദാറ്റ് സൈഡ് ആൻഡ് സീ? No. But now it's Party is going on? yeah. Okay. I have picture. I send you picture. Okay, good. സോ അതിപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് അത് റെൻ്റ് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. അവരവിടെ ക്യാമ്പ് ചെയ്ത് പാർട്ടിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഫാമിലിയായിട്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ബട്ട് നമുക്കെന്തായാലും അത് കാണാം. അത്യാവശ്യം ക്ലിയർ ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഇവിടെ നിന്ന് കാണാം. നമ്മളെ ക്യാപ്റ്റൻ പിക്ചേഴ്സ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ, വാട്ട് ഓൾ ഡു വി ഹാവ് ദെയർ ഇൻ ദാറ്റ് ഏരിയ? Anything for us camping. We have possible. And we can stay there in the night? No, yeah. Night we can stay. And you have toilet facilities and everything? Two toilets. Two toilets are there. The ones on the side? Yeah. What we are seeing? Okay. Right. And that is, what about the food? How is the food? Food and sometimes you see in my house. Okay. Yeah. So your house is nearby? Yeah. Okay. So we'll You are bringing, yeah. we can bring the food and we can make also? Yeah. Okay. And that tent is for sleeping? What Yeah, we are seeing there? for sleeping, yeah. That tent is for sleeping. Okay. And any we have electricity and everything there? Yeah. Okay. How much is it for camping over there? This for a morning Uh-huh. and 5 or 6. 160 riyal. 150 riyal. from morning to 6 p.m. Yeah. And You want to sleep on morning? 24 hours will be how much? Yeah, only bring 20 riyal. 20 real extra for sleeping overnight. Oh, excellent. Okay. So food and everything we have to bring. Food, water, everything we can bring. Yeah, okay. Okay. Right. And we have 2 kayaks. Where are the kayaks? This kayak. Yes. And play water sport. Okay. You know, banana boat. Okay. You have all that here. Okay. And ski ski we have. Okay. Nice. Jet ski, how much is it? Ski ski 1 hour, 1 hour 30 riyal. 30 real for 1 hour. Yeah. Okay. Half hour 50 riyal. Right. So these are the rates, my friends. ഈ ഏരിയയിൽ വരുന്നവർ അല്ലെങ്കിൽ people who are interested in coming here can definitely get in touch with Mr. Faisal. Like I said, നേരത്തെ കാണിച്ച നമ്പറിൽ you can get in touch with Mr. Faisal and I'm sure the rates are, he is very flexible and we can work something out. But overall we are having a good time. Very pleasant experience. ഇതൊരു sponsored ride അല്ല. We are here at our own expense. I met this gentleman here and turns out to be a very nice gentleman. So highly recommended. എന്തായാലും ഈ ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ or if you are in Oman or visiting Oman, definitely try this place out and contact Mr. Faisal. Get in touch with him. It's a beautiful place. Bandar Al Khairan. And views ഒക്കെ നിങ്ങൾ എന്തായാലും കണ്ടു. The experience is very good. Worth every single paisa or every single rupee if you whatever you are spending.
വേവ്സിന്റെ മേലെ കയറുമ്പോ നല്ല ഫണ്ണുണ്ടല്ലോ ബേബി. ഇതൊക്കെ ഒക്കെ വയറുന്ന കിളിയാവുന്നതാ പറഞ്ഞു. കൊറേ നാളായില്ലേ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നു, എവിടെയും പോകാണ്ടിരിക്കുന്നതാ. ലോക്ക്ഡൌണും കൊറോണ ഒക്കെ പറഞ്ഞിട്ട് എവിടെയും പോകാൻ പറ്റില്ല. സാധാരണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നതാ. ഇതിപ്പം 6 മാസത്തിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അങ്ങനെ അതവിടെ നമ്മളുടെ ക്യാപ്റ്റൻ സുഹേൽ. ഹായ്, ക്യാപ്റ്റൻ സുഹേൽ വന്നിട്ടുണ്ട്, നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലാക്കറിയാം. കാറ് പോലെ ഉണ്ട്. കാർ ഓടിക്കുന്ന പോലെ തന്നെ പവർ സ്റ്റിയറിംഗ് അല്ലാന്നേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഓടിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, സൺസെറ്റിന്റെ ടൈമായി. സൺ ഏതായാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനിയിപ്പോൾ ഡാർക്കായി തുടങ്ങും. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ വീഡിയോ ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മളെന്തായാലും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, press the like button, share it with your friends and family, channel subscribe ചെയ്യുക, and bell icon press ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പം see you guys in the next video. Take care and stay safe people. Bye bye.